ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. സുസ്ഥിര തൃത്താല പദ്ധതി പാലക്കാട് ജില്ലയിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ്. വിവിധ വകുപ്പുകളോടൊപ്പം ജനപ്രതിനിധികളെയും ഏകോപിപ്പിച്ച് സുസ്ഥിര തൃത്താലയെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കുന്നതിലൂടെ 4 ഇരട്ടി വികസനം മണ്ഡലത്തിൽ സാധ്യമാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. 30 സർക്കാർ വകുപ്പുകൾ അതിൻ്റെ കീഴിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെല്ലാം ഏകോപിപ്പിച്ചു. അതിൽ ജില്ലാ ഭരണകൂടം, ഹരിത കേരള മിഷൻ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരെയും ഇക്കാര്യത്തിൽ ഉപയോഗിച്ചു. കാർഷിക സർവകലാശാലയും ഫിഷറീസ് യൂണിവേഴ്സിറ്റിയും പോലുള്ള സ്ഥാപനങ്ങൾ അതിലെ വിദഗ്ധന്മാരുടെ സേവനം ഉപയോഗിച്ചു. പ്ലാനിംഗ് ബോർഡിലെ വിദഗ്ധന്മാരുടെ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും ഇതിനുപയോഗിച്ചു. അപ്പോൾ വലിയൊരു ഗൃഹപാഠവും മുന്നൊരുക്കവും ഇതിനു വേണ്ടി നടന്നിട്ടുണ്ട്. തൃത്താലയിൽ ഭൂഗർഭ ജലവിധാനം അർദ്ധഗുരുതരാവസ്ഥയിലാണെന്നാണ് മുൻകാലത്തെ പഠന റിപ്പോർട്ടുകൾ. എന്നാൽ സുസ്ഥിര തൃത്താല പദ്ധതിയിലൂടെ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചുവെന്ന് എം പി രാജേഷ് പറഞ്ഞു. മണ്ഡലത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 107 കാർഷിക കുളങ്ങൾ ഉണ്ടാക്കിയെന്നും വിവിധ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു വർഷത്തിൽ 1,05,00,000 ലിറ്റർ മഴവെള്ളം റീചാർജ് ചെയ്യാൻ കഴിഞ്ഞുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഊന്നൽ കൊടുത്തത് ജലസംരക്ഷണത്തിലും കൃഷിയിലുമാണ്. കാരണം അത്രയും രൂക്ഷമായിരുന്നു തൃത്താലയിലെ വെള്ളത്തിൻ്റെ അവസ്ഥ. ഭൂഗർഭ ജലവിധാനം സെമി ക്രിട്ടിക്കലായ കേരളത്തിലെ ബ്ലോക്കുകളിലൊന്നായിരുന്നു തൃത്താല. അതുകൊണ്ടാണ് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചത്. ഇപ്പോൾ മണ്ഡലത്തിൽ ഈ ജലസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ എല്ലാ പൊതുസ്ഥാപനങ്ങളും ഈ കൃത്രിമ ഭൂജല സംപോഷണം നടത്തുക എന്നതാണ്. 50 പൊതുസ്ഥാപനങ്ങളിൽ നമ്മൾ നടപ്പാക്കി. അതിലൂടെ ഒരു വർഷം 1,05,69,400 ലിറ്റർ മഴവെള്ളം റീചാർജ് ചെയ്യാൻ പറ്റും. 107 പുതിയ കാർഷിക കുളങ്ങൾ ഉണ്ടാക്കി തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചുകൊണ്ട്. ഒരു വാർഡിൽ 1 എന്നാണ് ലക്ഷ്യം. ഇനി 28 കൂടി ഉണ്ടാക്കും. ഇപ്പോൾ 107 എണ്ണമായി. സാധാരണ ശരാശരി ഒരു കുളത്തിൻ്റെ വലിപ്പം ഇതാണ്. 300 ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിക്കാം. 2,13,600 ലിറ്റർ വെള്ളം ഈ കുളങ്ങളിൽ നമുക്ക് സംഭരിക്കാൻ പറ്റും. 64 പൊതുകുളങ്ങൾ നവീകരിച്ചു. അതിലൂടെ 2,68,93,000 ലിറ്റർ ജലസംഭരണ ശേഷി ഉറപ്പാക്കി. 436 പുതിയ കിണറുകൾ സുസ്ഥിര തൃത്താലയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചു. 600 വീടുകളിൽ കിണർ റീചാർജിംഗ് നടപ്പാക്കി. ഈ കിണർ റീചാർജിങ്ങിലൂടെ 1,80,000 ലിറ്റർ മഴവെള്ളം സംഭരിക്കാനുള്ള സൗകര്യമൊരുക്കി. എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് 6 കോടി ലിറ്റർ മഴവെള്ളം ഇപ്പോൾ സംഭരിക്കാൻ കഴിയും. ഒറ്റ ദിവസം കൊണ്ടാണ്, ഒരു ദിവസത്തെ മഴയിൽ. നിരീക്ഷണ കിണറിൽ 2020 ജനുവരിയിൽ രേഖപ്പെടുത്തിയത് 11 മീറ്ററിലാണ് വെള്ളം. 2025 ജനുവരിയിൽ 10.18 മീറ്ററിൽ വെള്ളം കിട്ടി. എന്ന് പറഞ്ഞാൽ ഭൂഗർഭ ജലവിധാനത്തിൽ 3 കൊല്ലം കൊണ്ട് 82 സെൻറ്റിമീറ്ററിൻ്റെ വർധനവുണ്ടായി എന്നാണ്. അതൊരു വലിയ മാറ്റമാണ്. സുസ്ഥിര തൃത്താല പദ്ധതി പാലക്കാട് ജില്ലയിൽ വ്യാപിപ്പിക്കും. ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനം ജൂൺ 5 നടക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇപ്പം ജില്ലാടിസ്ഥാനത്തിൽ എന്തായാലും നമ്മൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. 5-ാം തീയതി ജില്ലാടിസ്ഥാനത്തിൽ ഇതിലൊരു കോമ്പണൻറ്റ് മാത്രം, അതായത് സുസ്ഥിര തൃത്താലയുടെ വാട്ടർ കൺസർവേഷൻ, ജലസംരക്ഷണം എന്ന കോമ്പണൻറ്റ് ജില്ലാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതിന് തുടക്കം കുറിക്കും. ജില്ലാ കളക്ടർ തന്നെ ഇത് മനസ്സിലാക്കി, സുസ്ഥിര തൃത്താലയെക്കുറിച്ച് മനസ്സിലാക്കി താല്പര്യം അറിയിക്കുകയാണ് ചെയ്തത്. 5-ാം തീയതി തുടക്കം കുറിക്കും. പാലക്കാട് ജില്ലയിലെ സുസ്ഥിര തൃത്താല ജില്ലയിൽ മുഴുവൻ വ്യാപിപ്പിക്കും. സംസ്ഥാനാടിസ്ഥാനത്തിലേക്കും വ്യാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.